ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത്. സോറി ഗൈസ്, നമ്മുടെ അന്ന് എക്സാം ഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാനലൊക്കെ മറന്നു, കുറേ പഠിച്ച് ഇപ്പോൾ ഇടങ്ങിയിട്ട് എക്സാമിലേക്ക് തോറ്റ് തൊപ്പിട്ടിട്ട് എന്തായാലും ആയി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഹോം ടൂറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാന്ന്. ഓക്കെ, അപ്പം എൻ്റെ പേര് നൈതിക. ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഹെൽമെറ്റ്, സൈക്കിൾ ഓടിക്കുമ്പോൾ മേടിക്കാൻ 2 രൂപയുടെ കോയിൻ എന്നാലും മേടിച്ച ബൂട്ടാണിത്. പിന്നെ ഒരു പെയർ ചെരുപ്പുണ്ട്. എന്ന് പറയുമ്പോൾ നല്ല സോഫയാണ്. ഇത് നമ്മുടെ സ്പോൺസി സോഫയാണ്. ഇത് പിന്നെ ദിവാനല്ല വേറെന്തൊരു സാധനമുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് ദുബായി പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഇത് കളിക്കുന്ന സാധനം, ഇത് അമ്മയുടെ വീട്ടിൽ വെക്കുന്ന സാധനം. ഇത് പിന്നെ എന്തൊരു സാധനം വെക്കണമായിരുന്നു, പക്ഷെ അപ്പോൾ ആ സാധനം മിസ്സായി. ഇത് ഋഷഭ് സൈന്യത്താണ്. പിന്നെ ആംസ്റ്റർഡമിൽ പോയപ്പോൾ മേടിച്ച ഈ 2 സാധനം. പിന്നെ ഇത് പിന്നെ പണ്ടൊട്ടുള്ളതാണ് ഈ കൃഷ്ണൻ്റെ അമ്മ. ഈ റിമോട്ടൊക്കെ പഴയ റിമോട്ടാണ്. ഇത് പിന്നെ പുതിയ റിമോട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കണത്. അവിടെ റിമോട്ടുണ്ട്, അതും പഴയത്. ഇത് പഴയതല്ല, ഇത് കേരള വിഷൻ്റെ ആണ്. ഇതാ ഇവിടെ നോക്കുമ്പോൾ ടി വി തന്നെയാണ്. ഇതിൻ്റെ റിമോട്ടാണ് ആക്കുന്നത് കേരള വിഷൻ്റെ. ഇത് നോക്കുമ്പോൾ ടി വി സ്കൈവോക്കിൻ്റെ ടി വിയാണ്. ആംസ്റ്റർഡാം വന്നത്. ഇത് പിന്നെ നമ്മുടെ എവിടെ നിന്നൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മയില്ല. അത്ര ഉള്ളു. എവിടെ നിന്നായിരുന്നു കൊണ്ടുവന്നത്? വിയറ്റ്നാമിൽ ഉണ്ടെന്നാണ്. അപ്പോൾ പിന്നെ പൂജാമുറിയാണ്, എല്ലാ ദൈവങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, മൊത്തം ചെടികളാണ്. അമ്മ മേടിച്ചു തന്ന ചെടികളാണ്. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ചെടിക്കാൻ കൂടുതലാണ്, അപ്പോൾ മേടിച്ചതാണ്. ഇത് പറയുമ്പോൾ ഡൈനിങ് ഹാളാണ് ഗായ്സ്. അപ്പോൾ ഡൈനിങ് ഹാൾ എന്ന് പറയുമ്പോൾ മറ്റേ ഫുഡ് കഴിക്കുന്ന സ്ഥലമുള്ളല്ലോ, കുറേ. ഇവിടെ അച്ഛനാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 ബോട്ടിൽസ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് കാലങ്ങളായിട്ട് തുറന്നിട്ടില്ല ഈ സാധനം. പിന്നെ ഇത് പെന്നൊക്കെ വയ്ക്കുന്നത്. ഇത് 2 മഷിയില്ലാത്ത പെന്ന്. പിന്നെ ഇതാ പെന്നൊക്കെ സാധനം. നെക്സ്റ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അമ്മയുടെ മുറിയാണ്. നമുക്ക് അമ്മയുടെ മുറി. ഇത് ഇന്ന് ക്ലീനാക്കിയ മുറിയാണ് കേട്ടോ. ഇത് പിന്നെ തുറന്ന് വരുമ്പോൾ തന്നെ ഒരു ബാത്റൂം അത്ര കാണുള്ളൂ. ഇങ്ങനെ തുറക്കില്ല. ലൈറ്റ്, പുറത്തും ഷോക്കേസിന്റെ സാധനങ്ങളാണ്. പിന്നെ ഈ ബെഡിൽ കിടന്നാൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ എണീപ്പിക്കാൻ വെച്ചാൽ. അപ്പോൾ ഞാൻ 5-10 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് 1/2 മണിക്കൂർ ഇതിൽ തന്നെ കിടന്നു. അത്ര നല്ല ബെഡാണ്. ഇത് വലിയ തലയാണ്. ഇത് മാത്രം എനിക്ക് ഇഷ്ടമല്ലാത്ത തലയാണ്, ഭയങ്കര ഹാർഡാണ്. പിന്നെ ഇത് പുറപ്പാണ് ഗൈസ്. ഇത് ഭയങ്കര നല്ല പുറപ്പെട്ടു. ഏച്ചിട്ടൊക്കെ ഇതെൻ്റെ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഗൈസ്. ബുക്കാണ് മെലുഹയിലെ ചിരഞ്ജീവികൾ. മെലുഹയിലെ ചിരഞ്ജീവികൾ. അത് അങ്ങനെ ഒരു ബുക്ക് മേടിക്കണേ. ഇത് അമ്മ എയർപോർട്ടിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന കാർഡ്. അത് ആംസ്റ്റർഡാമിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ബുക്ക് മാർക്കറായിട്ട് പോയിക്കാണ്. ഇവിടെ പിന്നെ അവിടെ ചെടികൾ പറഞ്ഞില്ലേ ഞാൻ, അത് അങ്ങോട്ട് കൊണ്ട് പറയേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് വിഷമം. ഇതവിടെ ഒരു ചെടിയുണ്ട്. പിന്നെ വേറെ ഒരു ചെടിയുണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഇത് ഏതാ, മണി പ്ലാന്റാ? അല്ല വേറെ അല്ല. അല്ല ഇതാണ്. ഇത് പിന്നെ ഈ സ്വിച്ച് ഇട്ടത് ബാൽക്കണിത്തെ സ്വിച്ചാണ്. ഓഫ് ചെയ്യും. ബാൽക്കണിക്ക് പോകാൻ പറ്റും. മഴ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ചതിക്കണ പ്ലാന്റാണ്. കണ്ടോ, ഭയങ്കര ചതിക്കും നമ്മള്. അതെങ്ങനെ ചതിക്കണ പ്ലാന്റ് ആവണ? കുത്തൂലേ. ഇത് മണി പ്ലാന്റ് അല്ലേ? അത് മണി പ്ലാന്റ് ആണ്. പിന്നെ എസിന്റെ ഫാന്, പിന്നെ നെറ്റ്, ഒരു പല്ലി. ഇതൊക്കെ ഇവിടെ ഉണ്ടാവണതാണ് സ്ഥിരം. അവിടെ ഒരു ലൈറ്റ്, അതാണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെ നല്ല. ഈ ഗ്ലാസ് കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്, കുറച്ച് ഇതെല്ലാം. പിന്നെ ഇവിടെ നേരെ പോകുമ്പോൾ ഗൈസ് ഇതെൻ്റെ മുറിയാണ് ഗൈസ്. ഇവിടെ അതിൻ്റെ ഡെക്കറേഷൻ ഇല്ല, കുറച്ച് അടിക്കാനുണ്ട്. ചെയ്തിട്ട് നമ്മൾ പൂപ്പൂർ എടുക്കാം. ഇതിപ്പോൾ സ്റ്റഡി ടേബിൾ. ഇത് പുതിയതായിട്ട് വന്നതാണ് ഗൈസ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മീനാണ്. ഇത് ഫൈറ്ററാണ്. ഫൈറ്റർ ജെറ്റല്ല, ഫൈറ്റർ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഇത് മണി പ്ലാന്റ്. പിന്നെ ഇത് പ്ലാന്റ്
അതായത് ഒരു പ്ലാൻ വെക്കുന്നത്. പിന്നെ പിന്നെന്തുള്ള പിന്നെ ഇവിടെ ഒരു യൂറോ കോയിൻ ഉണ്ട്. എവിടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ യൂറോ കോയിൻ കാണിച്ചാലും ആദ്യമായിട്ട് കാണിച്ചാലും ഇതായിരിക്കും. ഇത് നെതർലാൻഡ്സിൻ്റെ അവിടെ പോയപ്പോൾ മേടിച്ചതാ. കണ്ട ഇത്. പിന്നെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ 10 യൂറോയേ ഉള്ളൂ. നമ്മുടെ ലാപ്ടോപ്പ് തൽക്കാലത്തേക്ക് വെച്ചേക്കണം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ സ്കൂൾ ബാഗ്. ഇവിടെ അമ്മയുടെ ലാപ്ടോപ്പ് ബാഗ്. ഇത് ഞാൻ ഇരിക്കുന്നില്ലാണ്. ഈ കുഷ്യനെ അമ്മ മേടിച്ചപ്പോൾ ഞാൻ എടുത്തോപ്പിക്കേ. ഇത് പിന്നെ നമ്മുടെ കബോർഡ്. ഇത് മറ്റേ അമ്മ ഞാനൊക്കെ വായിക്കുന്ന ബുക്കാണ്. പിന്നെ ഇതെൻ്റെ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ കൊണ്ടുപോകണ്ടേ. അത് മറ്റേ പൗച്ചും പിന്നെ കളേഴ്സാണ്. പിന്നെ ഇവിടേക്ക് അറിയില്ല പറയാം. സാധനം നോട്ട്ബുക്കാണ് ഇത്. ഈ ബുക്കാണ് എനിക്ക് സ്പെഷ്യലായിട്ട് കാണിക്കാറ്. ഇതാണ് എൻ്റെ മാസ്റ്റർ പീസ് ബുക്കാണിത്. ഞാൻ ആദ്യമായിട്ടൊരു കഥ എഴുതുന്നത് ഈ ബുക്കിലാണ്. ഈ ബുക്കിലെല്ലാന്നല്ല, ഇതിൽ കഥ എന്ന് വെച്ചാൽ നോ ഫ്രണ്ട്സ് നോ ലൈഫ്. ഇതിൻ്റെ കഥ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഞാനും വേറെ കുറേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കഥയാണ്. കുറച്ച് വയലൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. വയലൻസ് ഉണ്ടെങ്കിലേ കുത്തി ചവിട്ട് വേണ്ടി തല്ലി ഒക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, ഹൈ ലെവലൊന്നുമില്ല. ഈ ബുക്ക് പിന്നെ ഇത് മാസ്റ്റർ പീസ് ആണെങ്കിലും എൻ്റെ സെക്കൻഡ് മാസ്റ്റർ പീസ് ബുക്ക് ഇതാണ്. എൻ്റെ ഡ്രോയിങ്ങാണ് എൻ്റെ സെക്കൻഡ് മാസ്റ്റർ പീസ് ബുക്ക്. ഇതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഡ്രോ ചെയ്ത സാധനം ഡ്രോയാണ്. ഇത് ഞാൻ ഒന്നും കാണാണ്ട് ഡ്രോ ചെയ്തതാണ്. ഇത് വേറെ ആരെയോ ഡ്രോ ചെയ്താണ്. അതെനിക്കറിയില്ലായിരുന്നു. ഇവിടെ തൊട്ടാണ് ഞാൻ ശരിക്കും ഡ്രോ ചെയ്യാൻ തുടങ്ങിയത്. സ്പൈഡർമാൻ. ഇത് ഇവിടെ ഒരു ഇതുണ്ട്, പക്ഷേ ഇതേതാണെന്ന് എനിക്കറിയില്ല. വെറുതെ ഓരോന്ന് ഞാൻ ചൂട്ടിയത്. ഇത് പിന്നെ നമുക്കിഷ്ടമുള്ള പോലെ വെച്ചാൽ, പക്ഷെ കേടായി. ഇവിടുത്തെ ഇതൊക്കെ കൊണ്ടിട്ട് വരാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ വെറുതെ ഒന്ന് ബോൾ അടിച്ച് പോയിരുന്നു. ലംബോർഗിനി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നോക്കി വരച്ചല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ഗൂഗിളിൽ ഒരു പിക്ചർ എടുത്ത് ഇതാക്കിയതാണ്. നോക്കി വരച്ചാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പിന്നെ റൊണാൾഡോനെ വരയ്ക്കാൻ നോക്കിയത്, പക്ഷെ പാഴായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഞാൻ ആയിരുന്നില്ല, പക്ഷെ ഇതും എൻ്റെ സെക്കൻഡ് മാസ്റ്റർ പീസാണ്. ഇതെടുത്തൊക്കെയാണ് പാട്. ഇതെടുത്ത് പിന്നെ പറയാൻ പറഞ്ഞ മറ്റേ മണ്ടേ തൊട്ട് കുറേ എക്സാം തുടങ്ങുന്നത് നന്നായി പഠിക്കുക. എനിക്ക് ഇപ്പം ഞാൻ പഠിച്ച കഴിഞ്ഞു സ്വയത്തിന്. നമുക്ക് അടയ്ക്കാം. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് പിടിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പിടിപ്പിച്ചത്. ഇവിടെ പിന്നെ സ്മാർട്ട് വാച്ച്. ഇതും ഈ സ്മാർട്ട് വാച്ച് എൻ്റെ മാത്രമാണ്. ഇതും പിന്നെ ഇത് അമ്മയുടെ ബാംഗിൾസ് ആണ്. ഇത് മറ്റേ പെർഫ്യൂം, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെ കണ്ടാക്കി ഇത് ആദ്യമായിട്ട് വെച്ചാണ് നീരുന്നത്. ലൈസാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ഇതാണ്. ഇതിപ്പോൾ നമ്മൾ ഡ്രസ്സ് വെക്കുന്ന സ്ഥലമാണ്. കാണിക്കുമ്പോൾ അപ്പം ഇതിൽ മാത്രമാണ് കേട്ടോ ഗൈസ് ഹാൻഡിൽ പിടിപ്പിച്ചേക്കണം. അപ്പോൾ ഇത് മൊത്തം അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം. ഇത് ലാപ്ടോപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് തുറക്കാൻ പറ്റില്ല, ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ അണ്ടർവെയർസ് വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് പുതപ്പ് വെക്കും. പിന്നെ അവിടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഗണ്ണ് ഇത് ഫുട്ബോള്. പിന്നെ ഇത് പിന്നെ ഇന്ന് വെച്ചതാണിത്.
ഇത് ഇന്ന് അമ്മ സെറ്റാക്കിയാണ്. പിന്നെ ഇത് അത് അവിടുത്തെ ബ്ലൈൻഡ്സ് പോലെയല്ലേ, ഇത് മൊത്തം കവേർഡാണ്. ഇതങ്ങനെ രാത്രി അടച്ച പിന്നെ അവിടെ കണ്ണ് തുറന്നാൽ കണ്ണ് ഡാർക്കായിട്ട് കാണുള്ളൂ. പിന്നെന്ന് പറയുമ്പോൾ ഇത് മണി പ്ലാന്റ് ആണ് അവിടുത്തെ പോലെ തന്നെ. ഇത് മറ്റേ മുഷിന തുണികളുടെ സാധനം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബോളാണ്. ഇത് അമ്മായി മേടിച്ചോണ്ടാണ്, പാലക്കാടിൽ നിന്ന് മേടിച്ചോണ്ടാണ്. ഇത് മറ്റേ ബലൂൺ പോലത്തെ ബോളാണ്. റൊണാൾഡോ മെസ്സി കമന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ശരിക്കത്തെ കളിക്കണ ബോളാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. ഡെക്കാത്തലോന്ന് മേടിച്ചാണ്. യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറാണ്. ഇതിൽ കാട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്. ഇത് ആ ബെഡ് പോലെ തന്നെയാണ്. ഇതിൽ കിടന്നാലും എനിക്ക് എണീക്കാൻ തോന്നില്ല. ഇതിൽ ഇപ്പം ഞാൻ ഇതാക്കണ പുറപ്പാണ്. പിന്നെ ഇവിടെ ബെഡ്, അവിടെ സാധനങ്ങളൊക്കെ പോയി. പിന്നെ സ്വിച്ചാണ്. ഇത് 2 ഫാനിൻ്റെ ലൈറ്റിന് സ്വിച്ച് ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇത് തുറക്കാം. അപ്പം ഇത് വാഷിംഗ് ബേസാണ്. വാഷിംഗ് ബേസ്. പിന്നെ ഇവിടെയാണ് കഴുകുക. പിന്നെ ഇവിടെ മണി പ്ലാന്റ് ഉണ്ട്. മണി പ്ലാന്റ് ഉണ്ട് അല്ല, മണി പ്ലാന്റ് അല്ല, ഇതോ അല്ല, ഏതാ കപ്പ പണ്ടത്തെ കപ്പ. ഇതെങ്കിലും മണി പ്ലാന്റ് ആണ് അല്ല, ഇത് അമ്മയുടെ തലയിലടിക്കുന്നതാണ്. ഇതെങ്കിലും അല്ല, ഇതെന്തെന്നത് മണി പ്ലാന്റ് കുറേ സ്ഥലത്തുണ്ട്, ഞാൻ പറയുമ്പോൾ കിട്ടാവില്ല. ഇത് അച്ഛൻ്റെ അവാർഡാണ് കിട്ടിയത്. പിന്നെ ഇത് ടവറിട്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണലാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം അമ്മ മലേഷ്യയിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ടെന്നാണ്. സ്പൈഡർമാൻ ഫസ്റ്റ് ട്രെയിലറുണ്ട്. അടിയിൽ മണി എങ്ങനെയാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. ഇത് എൻ്റെ ചാച്ച കൊണ്ടുവന്നതാണ്. ബുർജ് ഖലീഫ ദുബായ് പോയപ്പോൾ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇത് പിന്നെ അതൊക്കെ സ്ഥാനങ്ങൾ വെക്കണം. ഇതിലാണ് ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പം ഇത് പറയുമ്പോൾ മറ്റേ സാധനം ഇത് പിന്നെ കഴുകണ സ്ഥലം. പിന്നെ ഇതിൻ്റെ അകത്താണ് ഹാർഡായിട്ടുള്ള ബോഡിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇത്ര ഉള്ളൂ. ഇത് പിന്നെ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ മേടിച്ചത്. ഇത് ദുബായി പോയപ്പോൾ അമ്മ പോയപ്പോൾ മേടിച്ചത്. പിന്നെ അത് അമ്മയുടെ ഫ്രണ്ട് ലങ്കായി പോയപ്പോൾ മേടിച്ച്. വാരണാസി പോയപ്പോൾ, വിയറ്റ്നാം പോയപ്പോൾ, ദുബായിൽ ആംസ്റ്റർഡാം തന്നെ പോയപ്പോൾ. പിന്നെ ഇത് വിയറ്റ്നാം പോയപ്പോൾ. ഇത് വേറെ ഇത് പഞ്ചാബിൽ പോയപ്പോൾ. ഇപ്പോൾ ആണ് ഞാൻ വേണ്ടി ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ്. ഇപ്പം എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ കളിച്ചില്ലല്ലോ, നമ്മൾ മറന്നു പാക്കണം. ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ കാണൂല. ഇത് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ലൈറ്റ് പെട്ടെന്ന് കാണില്ല ഗൈസ്. ഇത് പിന്നെ ഡ്രസ്സൊക്കെ അലക്കാൻ ഇട്ട സ്ഥലം. പിന്നെ എനിക്കിതാ ഇന്നലെ മേടിച്ചാണ് ഗൈസ്. ഇന്നലെ ക്രിസ്ത്യാനോ FPFൻ്റെ ക്ലബിൻ്റെ ജേഴ്സിയാണ്. ടബ്, പിന്നെ ഇത് ഡ്രസ്സ് പിന്നെ വാഷിംഗ് മെഷീൻ, ഇത്രയൊക്കെ തന്നെ ഉള്ളത്. അപ്പം എന്തായാലും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.